എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം സരിയു ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് മനോഹറിനെ കാണാതെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് സരിയു ആ കാഴ്ച കാണുന്നത്. മനോഹർ കയറി വരുന്നേ. മനോഹറിനാണെ സരിയുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ കട്ടക്കലിപ്പേ. പണ്ടാരം എന്ത് ചെയ്യാനാന്ന് പറ. ഇവളെ ഒഴിവാക്കാൻ നോക്കിയിട്ട് ഒഴിവാക്കാൻ പോലും പറ്റുന്നില്ലോ. എത്രയും പെട്ടെന്ന് ഇവളെ ഒഴിവാക്കിയിട്ട് ആ വന്ദനയോടൊപ്പം ഒരു ജീവിതം തുടങ്ങണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയം സരിയും മനോഹറിനെ നന്നായിട്ടൊന്ന് നോക്കി. പിന്നീട് ഒറ്റ കരച്ചിലായിരുന്നു. മനുവേട്ടാന്ന് വിളിച്ചോണ്ട് മനോഹറിന്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് ചായുവാണ്. എന്താ മോളു, നീ എന്തിനാ കരയണേന്ന് ചോദിക്കുക. അത് പിന്നെ മനുവേട്ടനെ എന്നെ ഒന്ന് കാണാൻ തോന്നിയില്ലോ. ഇവിടുന്ന് പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ല. ഞാൻ എത്ര വട്ടം മനുവേട്ടനെ വിളിച്ചു. ഇന്നലെയൊക്കെ വിളിച്ചപ്പം മനുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറയാം. അത് പിന്നെ മോളു ദേഷ്യം കൊണ്ടാണ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ ആയിട്ട് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്റെ മാനസികാവസ്ഥ എന്താ മോളും മനസ്സിലാക്കത്തെന്ന് ചോദിക്കുക. എനിക്കറിയാം മനുവേട്ടൻ ഇനി ഇവിടുന്ന് പോവരുത്. പോയിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ആ സമയത്ത് പുറത്ത് ശാരി വന്നു. ശാരിക്ക് സഹിച്ചില്ല ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ. പാവം തന്റെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവള്, എന്നിട്ടോ അവൾ അനുഭവിക്കുന്ന കണ്ടില്ലേ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ശാരിയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പക്ഷെ എങ്കില് മോള് അത്രയ്ക്ക് നല്ല കണ്ടീഷൻ അല്ലെന്നുള്ള കാര്യം ശാരിക്ക് അറിയൊക്കെ ചെയ്യാം. പക്ഷെ എങ്കില് എന്ത് ചെയ്യാൻ പറ്റും. സ്വന്തം മോളല്ലെങ്കിലും ഇത്രയും കാലം പോറ്റമ്മയെ പോലെ എടുത്തു വളർത്തിയതല്ലേ. അപ്പൊ അവൾക്ക് ഒരു ആപത്തുണ്ടാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുമോ ശാരിക്ക്. ആ സമയം മനോഹർ പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, ഞാനിനി ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയാം. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടേലും പോവാം. മനുവേട്ടൻ പറ, എങ്ങോട്ട് വേണേലും ഞാൻ വരാൻ തയ്യാറാന്ന് പറയാം. മോളു അതെങ്ങനെ ശരിയാവും. ഇവിടുന്ന് മോള് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ. അന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. ഒരു 2 മാസത്തോടെ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ന് സെറ്റ് ആക്കണം. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടുത്തെ കുറച്ച് ആൾക്കാരേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് വരണം. അതിനുശേഷം നമുക്ക് അമേരിക്കയ്ക്ക് പോകാന്ന് പറയണം. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോ സരിയു പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ മനുവേട്ടാ. പക്ഷെ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയണം. എന്നെ ഇട്ടിട്ട് പോവരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഞാൻ മോളൂനെ ഇട്ടിട്ട് പോകുന്നു മോളൂന് തോന്നുന്നുണ്ടോ. ഒരു കാരണശാല ഇല്ലെന്ന് പറയാ. ഇതൊക്കെ കേട്ട് പുറത്തു നിന്ന് ശാരിക്കാണ് കട്ടക്കലിപ്പായിരുന്നു. അവൻ വീണ്ടും വന്നിരിക്കുന്നു അവളെ മയക്കെടുക്കാനായിട്ട്. തന്റെ മോളെ കെണി പെട്ടുപോയിരിക്കുകയാണല്ലോ. താനിനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവളൊന്ന് കേൾക്കാൻ കൂട്ടാക്കില്ല. അവളുടെ മനസ്സ് നിറയും മനോഹറാണ് എന്നൊക്കെ ഒരു ചിന്ത ശാരിയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയം രാഹുൽ ഇങ്ങനെ കാത്തിരിക്കുവാണ്. രാഹുലിനോടൊപ്പം വിക്രമും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് വിക്രത്തോട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറയണം. അത് ശരിയാ, എന്ത് വേണമെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കി അറിയാലോ. എന്തിനു വേദിന് ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ മാത്രമല്ല അച്ഛനും ഉണ്ടായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കാണ് ഒരു ജീപ്പം കൊണ്ട് വരുന്നത്. ജീപ്പിനകത്തുനിന്ന് മുരുകൻ ഇറങ്ങുവാണ്. അപ്പൊ കിരണിനെ ഇല്ലാതാക്കാനായിട്ട് മുരുകനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മുരുകൻ വന്നപ്പോ വിക്രം അടിമുടി ഒന്ന് മുരുകനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എടാ നീ ജയിലിൽ കിടന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. ജയിലിൽ കിടന്നിട്ടുണ്ടോന്നോ? എന്റെ വീട് തന്നെ ജയിലാന്ന് എനിക്ക് ചിലപ്പോ തോന്നിപ്പോവും. അങ്ങനെയല്ല ഞാൻ ജയിലിലേക്ക് ഇറങ്ങി വരികയും ചെയ്തോണ്ടിരിക്കണേ. അല്ല നിങ്ങൾ കിടന്നിട്ടുണ്ടോന്ന് ചോദിക്കും. ഞാൻ കിടന്നിട്ടുണ്ട് കുറച്ചു ദിവസം. ഞാൻ കുറച്ചു ദിവസമൊന്നും അല്ല, ഞാൻ കിടന്നതിന്റെ കയ്യും കണക്കുമില്ല. ഞാൻ പുറത്തുള്ളതിനേക്കാളും കൂടുതൽ നാൾ അകത്തായിരിക്കും എന്ന് പറയണം. അതുകൊണ്ട് എന്റെ അടുത്ത് കൂടുതൽ കളിയെന്ന് ഓർക്കാൻ ആരും വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും വിജയിച്ചു പോയിട്ടില്ല എന്ന് പറയണം. ആ സമയം രാഹുൽ പറഞ്ഞ്, കാര്യങ്ങളൊക്കെ അറിയാലോ, എല്ലാം എന്നെ അൻസാർ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ പണത്തിന്റെ കാര്യം അൻസാറുമായിട്ട് ഡീൽ ചെയ്താൽ മതി, അറിയാലോ. പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ അനന്തരവും പോകുന്ന സ്ഥലങ്ങളൊക്കെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നിങ്ങളെ തേടി ആ സന്തോഷ വാർത്ത എത്തുമെന്ന് പറയാണ്. നിങ്ങൾ കാത്തിരുന്നോ ബായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുരുകൻ ജീപ്പിൽ കയറി പോവാണ്. ഈ സമയം വിക്രത്തിനോട് രാഹുൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അവനെ സൽക്കരിക്കണം. അതിന് വേണ്ടി ആ മുറിയൊക്കെ എടുത്ത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ വേണം അതിന്റെ മേൽനോട്ടം വഹിക്കാൻ എന്നൊക്കെ വിക്രത്തിനോട് പറയണം. വിക്രത്തിന് സന്തോഷമായി. വിക്രം പറഞ്ഞു, അതെ രാഹുൽ സാറ് പറയുന്ന പോലെ തന്നെ നടക്കട്ടെ കാര്യങ്ങള്, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറയാണ്. പിന്നീട് വന്ദനനെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. വന്ദനയെ ഒരുക്കുന്ന കല്യാണിയും ജുബാനയും നിഷൻ നിത എല്ലാരും ഉണ്ട്. അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ്. ഈ പറയുന്നവരെല്ലാം കല്യാണി ഒഴികെയുള്ളവരെല്ലാം മനോഹറിന്റെ കെണിയിൽപ്പെട്ടവരാണല്ലോ. പിന്നീട് വന്ദനയെ ഒരുക്കണ സമയത്ത് കല്യാണി പറഞ്ഞു, ഇങ്ങനത്തെ വന്ദനയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയണം. പെൺവേഷം കെട്ടിക്കഴിഞ്ഞപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അത് പിന്നെ നല്ലതൊക്കെ ആയിരിക്കും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ എപ്പോഴും ഇങ്ങനെ പെൺവേഷം കെട്ടിക്കൊണ്ട് നടക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ സാരിയൊക്കെ കൊടുത്ത് നടക്കാന്ന് പറഞ്ഞാലേ. കല്യാണി പറഞ്ഞു, എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, എനിക്കെപ്പോഴും കംഫർട്ടാ, ഞാനെപ്പോഴും ഇങ്ങനെ ഉടുത്ത് ശീലിച്ചോണ്ടാന്ന് തോന്നേ എന്നൊക്കെ പറയണം.
ഈ സമയം നിഷ പറഞ്ഞു, അല്ലേലും വരുണേട്ടനെ കാണാൻ സാരി കുടുത്തിയുമ്പോ അതിഗംഭീരമാണ്. കാരണം ഞങ്ങളെക്കാളും ഇരട്ടി സന്തോഷ വരുണേട്ടനുള്ളെന്ന് പറയാം. ഇത് കേട്ടാൽ വരുണും ചിരിച്ചു. പിന്നീട് നിധിയോട് വരുൺ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്റെ വേഷം, കൊള്ളാവെന്ന് ചോദിക്കാം. കൊള്ളാന്ന് പറയണ. നിധിക്കും ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് വരുണിന്റെ അമ്മ വരുന്നത്. വരുണിന്റെ അമ്മ വന്നിട്ട് വരുണിന്റെ അടിമുടി നോക്കണം. കൊള്ളാം, നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. ഈ സമയം കല്യാണി ചോദിച്ചു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടോന്നോ? നിഷേനെ ചതിച്ചവനായതുകൊണ്ടാ ഞാൻ ഇവനോടൊപ്പം ഇങ്ങനത്തെ ഒരു ചതിക്ക് കൂട്ടു നിൽക്കുന്നേ. മോളുടെ മുഖം ഓർത്തിയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസത്തേക്ക്. അവനെ പോലൊരു ദുഷ്ടനെ വെറുതെ വിടലെന്ന് കരുതി, അതുകൊണ്ടാന്ന് പറയണേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. അവൻ വന്നെന്നാ തോന്നിയെന്ന് പറയണേ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഇനിയിപ്പോ അവന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെങ്ങാനും ഉണ്ടായിരിക്കോ? വരും പറഞ്ഞേ, തന്നെയുള്ളെന്നാ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം. പിന്നീട് വരുണിന്റെ അമ്മ മനോഹറിനെ സ്വീകരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ. മനോഹർ അങ്ങനെ വന്ന് ആകപ്പാടെ നോക്കിക്കൊള്ളാം. നല്ല വീട്, നല്ല സെറ്റപ്പും ഒക്കെ. ഒരു 5-8 മാസം ഇവിടെ ഒന്ന് തൊട്ടു നലോടിയൊക്കെ നിൽക്കണം വന്ദനേനെ. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കാര്യം നടക്കും. ഇവിടെ നിന്ന് കുറെ ക്യാഷൊക്കെ അടിച്ചു മാറ്റണം. കോടികൾ കിട്ടിയാൽ പിന്നെ തനിക്ക് എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ കരുതി നിൽക്കണ സമയത്ത് വരുണിന്റെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, അല്ല ജീവനല്ലേന്ന് ചോദിക്കണം. അതെ, അകത്തേക്ക് കയറി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വരുണിന്റെ അച്ഛൻ പറഞ്ഞു, ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റനോടെ തന്നെ മനസ്സിലായി മോള് ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറയണ. അപ്പോഴേക്കും വരുണിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ആഹാ എങ്ങനെയുണ്ടായ യാത്രയൊക്കെ സുഖമായിരുന്നു ചോദിക്കണം. സുഖമായിരുന്നു അമ്മയെന്ന് പറയണ. മോള് എപ്പോഴും പറയാറുണ്ട് ജീവന്മാന്റെ കാര്യം എന്നൊക്കെ പറയണ. ശരി എന്നൊക്കെ പറയണ. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് വരുണിന്റെ അച്ഛനെ. നാട്ടിലെവിടെയാണ്, അച്ഛനും അമ്മയൊക്കെ എന്ത് പറ്റിയാ മരിച്ചു, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എല്ലാത്തിനും കൃത്യമായിട്ടാണ് മനോഹർ ഉത്തരവൊക്കെ പറയണേ. അങ്ങനെ അവർ ഉത്തരവൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വരുണ് അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ സമയം കല്യാണി പറഞ്ഞു, ഇതേ കല്യാണ ചെറുക്കം വന്നിട്ടുണ്ട്, ഇറങ്ങി ചെല്ലാൻ പറയണ. ഈ സമയം വരും ചോദിച്ചു, നിങ്ങൾ ആരും വരുന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ജുമാന പറഞ്ഞു, നല്ല ബെസ്റ്റ്, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങി വരാനോ? അങ്ങോട്ട് ഇറങ്ങി ചെല്ല, ഇപ്പൊ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോന്ന് പറയണം. മുല്ലപ്പൂ വെച്ച് അതിസുന്ദരിയായിട്ടാണ് വരുൺ ഒരുങ്ങി വന്ദനയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവസാനം വന്ദനാവരൻ അങ്ങോട്ടേക്ക് വരുവാണ്. ആ വേഷമൊക്കെ ഇട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം പെൺകുട്ടികൾ പോലും തോറ്റുപോകും, അത്ര സൗന്ദര്യമാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് വന്ദന അങ്ങനെ ചായയൊക്കെ ആയിട്ട് വരുവാണ്. മനോഹറിന് ഭയങ്കര സന്തോഷമായി. വന്ദനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഗ്ലാമറുണ്ട് കാണാനായിട്ട്. മിണ്ടാൻ പറ്റുമല്ലെന്ന് ആർക്കൂട്ടും മനസ്സിലാവത്തില്ല. കണ്ടു കഴിഞ്ഞാൽ സാരമില്ല, മിണ്ടാനും മിണ്ടാതിരുന്നാലും എന്താണ് തനിക്ക് കുഴപ്പമൊന്നുമില്ല. മിണ്ടായിരുന്ന അത്രയ്ക്ക് സന്തോഷ സമാധാനം ഉണ്ടായിരിക്കും. തനിക്ക് പണം മാത്രം മതിയല്ലോ എന്നൊരു ചിന്ത മനോഹറിന് മനസ്സിലേക്ക് ഉണ്ടാവണം. ഈ സമയം മനോഹറിനോട് വരുണിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല ജീവൻ എന്താ മിണ്ടായിരിക്കണം നിൽക്കും? ഒന്നുമില്ല, എന്റെ മോളെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വരുണിന്റെ അമ്മ പറഞ്ഞു, അത് പിന്നെ എന്ത് ചോദ്യമാ? അല്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഇങ്ങനെ ഇവര് തമ്മിലുള്ള പ്രണയമൊക്കെ തുറന്നു പറയേ പിന്നീട് ജീവൻ ഇങ്ങോട്ടേക്ക് കല്യാണം ആലോചിച്ച് വരാൻ കാരണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും വരുണിന്റെ അച്ഛനൊന്ന് ചിരിക്കുകയാണ്. ഈ സമയത്ത് വന്ദനയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് മനോഹറിന്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട്. ഈ സമയം വരുണിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല നിനക്ക് തനിച്ച് സംസാരിക്കാനൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. തനിച്ച് സംസാരിക്കാൻ? അതൊരു നാട്ടുനടപ്പാണല്ലോ അല്ലേ തനിച്ച് സംസാരിക്കുന്ന, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, വന്ദനയെ വിളിക്കണം, ബാ നമുക്ക് അപ്പുറത്ത് മാറിപ്പോയി സംസാരിക്കാന്ന് പറയണം. അങ്ങനെ പിന്നീട് മനോഹർ വന്ദനയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വന്ദനയുടെ അച്ഛൻ പറഞ്ഞു, കണ്ടില്ലേ അതിവിദഗ്ധമായിട്ടാ അവൻ ഓരോ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നത്. പെണ്ണാന്ന് കരുതിയിട്ട് നമ്മുടെ മോനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം സുഗതി പറഞ്ഞു, അത് ശരിയാ, അവനെ വെറുതെ വിടല്ല, അവൻ എത്ര കല്യാണം കഴിച്ചേക്കുന്നേ. ഇത് കേട്ടതും വരുണിന്റെ അച്ഛൻ പറഞ്ഞു, 1-2 10-20 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയാം. 10-20 ബാക്കി എവിടെ പോയി? അവൻ ചെല്ലുന്നിടത്തെല്ലാം അവൻ ഓരോ പെണ്ണില്ലേന്ന് ചോദിക്കുകയാണ്. ഇത്തവണ അവനിട്ട് നല്ല അടി തന്നെ കിട്ടുമെന്ന് പറയാണ്. കണ്ടു, അവൻ കുറച്ചുകൂടെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് വന്ദനയോട് പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട് ഇതിന് വന്ദനയെ കാണാനെന്ന് പറയാണ്. ഭയങ്കര സന്തോഷത്തോടാണ് മനോഹർ ഇതൊക്കെ പറയണേ. ഇത് കേട്ടാൽ വന്ദന നാണത്തോടെ എങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കണേന്നൊക്കെ പിന്നീട് വന്ദന ചോദിക്കുന്നുണ്ട് മനോഹരനോട്. ഒന്നുമില്ല, ഈ സൗന്ദര്യം ഞാനും കൂടെ ആസ്വദിക്കുവാന്ന് പറയണേ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണം നടത്തണം. എനിക്ക് ഇത്രയും നാളായിട്ട് ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ഇത്ര സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഇത്ര അടുപ്പോ സ്നേഹമോ ഒക്കെ എനിക്ക് തോന്നണേന്ന് പറയണം. ഒരു പക്ഷേങ്കില് മുമ്പ് ഞാൻ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആയെന്ന് പറയാം. ഇത് കേട്ടതും വന്ദന ഒരു നാണത്തോടെ ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. വരുണുള്ളിൽ പറയാ, എടാ ദുഷ്ടാ, നിനക്കിട്ടുള്ള പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ കല്യാണ വീരനാന്നുള്ള കാര്യം എനിക്കറിയാം. അവസാനമാണ് നീ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. ഞാൻ വരണാന്നുള്ള കാര്യം നിനക്കിട്ടുള്ള പണിയാടാ ഞാൻ തരാൻ പോണെന്നൊക്കെ പറയണം. ആ സമയം മനോഹർ ചോദിച്ചു, അയ്യോ എന്താ ആലോചിക്കുന്ന മോളൂന്ന് ചോദിക്കണേ. ഒന്നുമില്ല ജീവേട്ടാ, ഞാനിങ്ങനെ നമ്മുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാന്ന് പറയും. പിന്നീട് ചോദിച്ചു, അല്ല
ബ്യൂട്ടി പാർലറിൽ പോയായിരുന്നു ചോദിക്കും. ബ്യൂട്ടി പാർലറോ? ഇല്ല. അല്ല, ഒരുക്കിയൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറയാ കാണാൻ. ഓ അതോ, അതെന്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യൻ തന്നെയാന്ന് പറയണ. അതുകൊണ്ടാ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരുക്കിയേക്കെന്ന് പറയാ. ആ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എനിക്ക് എന്താളും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയണം. അങ്ങനെ അവര് സംസാരിക്കുകയാണ്. അതിനുശേഷം മനോഹർ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ്. എങ്ങനെയാലും കുറച്ച് പൈസ വേണം, അതിനു വേണ്ടി എന്ത് ചെയ്യണം. അങ്ങനെ ആലോചിച്ചു. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ഉണ്ടല്ലോ, സരയനെ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നേടാം എന്ന് കരുതിയിട്ട് മനോഹർ ഇവിടെ ഇരുന്നു. അപ്പോഴേക്ക് സരയോ ഇങ്ങോട്ടേക്ക് വന്നു. എന്താ മനുവേട്ട എന്താ ആലോചിക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ മോള് ഒരു കാര്യമുണ്ട്. ആ കമ്പനിയിലെ സ്റ്റാഫുകൾക്കൊക്കെ പൈസ കൊടുക്കണം. ഒരു 4-5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപ വേണമെന്ന് പറയാം. എന്ത് ചെയ്യാനാ, എന്റെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആയി കിടക്കുക. ഇനി ഒരു 1-2 ദിവസം പിടിക്കുമായിരിക്കും എന്ന് പറയാം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടും സരി പറഞ്ഞു, എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ, മനുവേട്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറയണ്ടേ, ഞാനത് സാധിച്ചു തരില്ലേ. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നേ കൈനീട്ടേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ചാടിയും കഴിഞ്ഞേക്കോളെ. വേണ്ട മോളിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസയൊന്നും വേണ്ടെന്ന് പറയാ. എന്താ മനുവേട്ട, നമ്മൾ അന്യരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകണം. അലമാരിക്കകത്തൊരു ചെക്ക് എടുത്തിട്ട് 5 ലക്ഷം രൂപത്തെ എഴുതുവാണ്. എന്നിട്ട് പറഞ്ഞു, മനുവേട്ടൻ ഇത് കൊണ്ടോ, പിന്നെ തിരിച്ചു വരുമൊന്നും വേണ്ട, അറിയാലോ എനിക്കുള്ള പൈസ എല്ലാം മനുവേട്ടനും കൂടിയാ. ഇനിയിപ്പോ ലോക്കറിലേക്ക് സ്വർണ്ണം എല്ലാം എടുത്ത് വിൽക്കണം. അതെല്ലാം വിറ്റിട്ട് മനുവേട്ടന്റെ പേരിലേക്ക് ആക്കിയിടണം. എങ്കിൽ മാത്രം എനിക്ക് സമാധാനം ആവത്തുള്ളൂ. അല്ല ഇതൊക്കെ ഇവര് സൂക്ഷിച്ചു കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്നിട്ട് അമേരിക്കയ്ക്ക് പോകണം എന്നൊക്കെ പറയാം. ഇത് കേട്ട മനോഹർ ഉള്ളിച്ചിരിക്കുകയാണ്. എടീ, നിനക്ക് എന്റെ കള്ളത്തരൊന്നും മനസ്സിലായിട്ടില്ല. അധികം വൈകാൻ നീ മനസ്സിലാക്കും. ഞാൻ ആരാന്നുള്ള സത്യം നീയെ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. ആ സമയത്താണ് നീ നെഞ്ചത്തടിച്ച് ശരിക്കും നിലവിളിക്കാനായിട്ട് പോകുന്നത്. ആ കാഴ്ച കാണാനൊക്കെയാടി ഞാനും ഇരിക്കണേ എന്നൊക്കെ മനോഹർ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.